നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ചു. സെക്കൻഡിൽ പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ചില മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ മറികടന്ന് സ്കൂളുകളിൽ സൂംബ ഡാൻസ് നിർബന്ധമാക്കുമെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും രാഷ്ട്രീയമെങ്കിൽ നേരിടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാടിനെ പിന്തുണച്ചും എതിർത്തും സംഘടനകൾ രംഗത്തെത്തി. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ ചില മുസ്ലിം സംഘടനകൾ വിമർശനം തുടരുമ്പോഴും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടാണ്. സൂംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ലഹരിയേക്കാൾ കൊടിയ വിഷമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സൂംബയെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തിയപ്പോൾ സൂംബ അടിച്ചേൽപ്പിക്കരുതെന്നും എതിർക്കുന്നവരുമായി ചർച്ച വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം. അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. വിദ്യാലയങ്ങളിലെ സൂംബയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. സൂംബ ഡാൻസ് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി എളമരത്തിന്റെ പ്രതികരണം. കുട്ടികളുടെ പഠനത്തെയും അച്ചടക്കത്തെയും ധാർമ്മികതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനാണ് കൂടുതൽ സാധ്യത. അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരാദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ തകർന്ന് ഒരു കളിയുടെയും തമാശയുടെയും അവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ മാറാൻ പാടില്ല. ഇങ്ങനെ സൂംബയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി വീണ്ടും മറുപടി നൽകി. രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് അങ്ങനെയേ പെരുമാറാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു. സ്കൗട്ട്സ് പരിപാടിയിൽ നിന്നിറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടി അനാദരവ് കാട്ടിയെന്ന ഗവർണർ കത്തിന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിനെത്തിയത്. ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതേ സംഭവിച്ചിട്ടുള്ളൂവെന്നും കത്തിൽ വിശദീകരിച്ചു. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഔപചാരിക പരിപാടികൾ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്ന് ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ഗവർണറോട് ആവശ്യപ്പെട്ടു. ഇത് രണ്ടാം തവണയാണ് RSS ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ സർക്കാർ ഗവർണറോട് വിയോജിപ്പ് അറിയിക്കുന്നത്. അപ്പോൾ ഗവർണറെ, രാഷ്ട്രപതി തുടങ്ങിയ ആളുകളെ നമ്മൾ കാണുന്ന വേറൊരു തരത്തിലാണ്. ഞാനിങ്ങനെ പോയപ്പോൾ പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്തൊരു ന്യായവുമില്ല. കാരണം രാജ്യത്തിൻ്റെ പൊതുവായ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ആളുകൾ വിവിധ മതവിശ്വാസമുള്ളവരുണ്ട്, വിവിധ രീതികളുണ്ട്. അതെല്ലാം വ്യക്തിപരമായ അവരുടെ പ്രൈവറ്റായ കാര്യങ്ങൾ. കേരള സർവകലാശാല സെൻട്രൽ ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി. രജിസ്ട്രാറുടെ ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. സംഘാടകർ നിബന്ധന ലംഘിച്ചുവെന്ന് PROയും സെക്യൂരിറ്റി ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് ഓഫീസിലെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പരിപാടി റദ്ദാക്കിയെന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധി എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 24 പുറത്തുവിട്ടതിന് പിന്നാലെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ്. ഹാരിസിനോട് വിശദീകരണം തേടുമെന്ന് DME ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട്
നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നടപടി ഉണ്ടായിക്കോട്ടെ, നടപടി ഉണ്ടാക്കി. ഞാൻ എന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കുകയാണ്. ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ. നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടി വയ്ക്കുന്നത് എന്തിനാണത്? ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയ അല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിന്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്നും അപകടനില തരണം ചെയ്തു തിരിച്ചുവരുമെന്നും മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നതായി പറയുന്നു. ആരോഗ്യസ്ഥിതി ചെറിയ രീതിയിൽ വഷളായിരുന്നെങ്കിലും MRI സ്കാനിൽ പുരോഗതി രേഖപ്പെടുത്തിയതായാണ് ആശുപത്രിയിൽ എത്തി ഡോക്ടേഴ്സുമായി സംസാരിച്ച ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. സഖാവ് VSന്റെ ആരോഗ്യനില ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നത്. MRI സ്കാനിങ് ഇപ്പോൾ നടത്തി. അപ്പോൾ ബ്രെയിനിന് വലിയ കുഴപ്പമില്ല എന്ന നിലയിലാണ് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കാര്യമുള്ളത്. MRI സ്കാൻ റിസൾട്ട് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, സ്റ്റേബിളായിട്ട് വെക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുഭാംശു ശുക്ലയുടെ യാത്ര എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ശുഭാംശു ശുക്ലയുടെ യാത്ര ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ നിലയത്തിലെ വിശേഷങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് അതിരുകളില്ലെന്നും ഇന്ത്യ മനോഹരമെന്നും ശുഭാംശു ശുക്ല. തന്റെ ആദ്യ പരീക്ഷണം വിത്തുകോശങ്ങളിൽ ആകുമെന്നും ബഹിരാകാശ നിലയത്തിൽ ഉറക്കമടക്കമുള്ള നിസ്സാര കാര്യങ്ങൾ ഏറെ ശ്രമകരമെന്നും ശുഭാംശു പ്രധാനമന്ത്രിയോട് പറഞ്ഞു. कहीं ना कहीं बहुत सारी चीजें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है ये सिर्फ मेरी नहीं है. मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है. बिकॉज जब मैं छोटा था मैं कभी सोच नहीं पाया कि मैं एस्ट्रोनॉट बन सकता हूँ. രാജ്യത്തു നിന്നും അകലെയെങ്കിലും ശുഭാംശു ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണെന്നറിയിച്ച പ്രധാനമന്ത്രി ആക്സിയാൻ 4 ദൗത്യത്തിന് മുഴുവൻ ഇന്ത്യക്കാരുടെയും പേരിൽ ആശംസകൾ നേർന്നു. 140 करोड़ भारतवासियों की भावनाएं भी हैं. मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है. ഇന്ത്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതിൽ അഭിമാനം. കഠിനാധ്വാനം ചെയ്താൽ രാജ്യത്തിന് ഏറെ മുന്നേറാം. ആകാശത്തിന് അതിരുകളില്ലെന്നും യുവതലമുറയോട് ശുഭാംശു. 24 ഡൽഹി. തിരികെ റൗണ്ടപ്പിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി മേപ്പാടി എരുമക്കൊല്ലി ഫാക്ടറിക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. രാത്രി 8 മണിയോടെയാണ് പ്രദേശത്ത് കാട്ടാന എത്തിയത്. പൂളക്കുന്നിലെ അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയാണ് എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. സുജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഈ മേഖലയിൽ നേരത്തെയും കാട്ടാന ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നാട്ടുകാർ പറയുന്നത് ഈ അറുമുഖനെ കൊലപ്പെടുത്തി അതേ കാട്ടാന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജനവാസ മേഖലയിൽ ഇപ്പോഴും ആനയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ വനംവകുപ്പ് അധികൃതർ എത്തിയിട്ടുണ്ടോ? നിലവിൽ വനംവകുപ്പ് എത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എരുമക്കൊല്ലിയിലാണ് കാട്ടാന ഇറങ്ങിയത്. അത് അടിക്കടി കാട്ടാന ശല്യം വലിയ രൂക്ഷമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച്
കടൂർ അടക്കമുള്ള തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാന ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. പുഴമൂല അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ കാട്ടാന ഇറങ്ങിയിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ ചെമ്പ്രമലയുടെ താഴ്വാരത്ത് വരുന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇങ്ങനെ കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥിതിയിൽ ഉള്ളത്. ഈ നേരത്തെ എരുമക്കൊല്ലിയിൽ തന്നെ ആറുമുഖൻ എന്ന മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും കാട്ടാന ശല്യം എരുമക്കൊല്ലിയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കാട്ടാനെ നിലവിൽ തുരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാട്ടാന തന്നെയാണ് ആറുമുഖനെ കൊലപ്പെടുത്തിയതിനുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കാട്ടാനയുടെ സാന്നിധ്യം ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതൊരു സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിലവിൽ തുരത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രദീപ്, ആശ്വാസ വാർത്തയാണ്. കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത വാക്കുകളിലൂടെ ഭരണഘടനയുടെ ആത്മാവിനെ മാറ്റിയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. ഭരണഘടന മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിനെ ചോദ്യം ചെയ്താണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രംഗത്ത് വന്നത്. ഭരണഘടനയുടെ ആമുഖം മാറ്റാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖം ഭേദഗതി ചെയ്തത് ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചനയെന്ന് ഉപരാഷ്ട്രപതി. Who at that time, the darkest period emergency, were in captivity without access to justice system and fundamental rights. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ലെന്നും മതേതരത്വം ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ദത്താത്രേയ ഹൊസബലയുടെ ആവശ്യത്തെ പിന്തുണച്ചു. മോദി 10 തവണ പിറന്നാലും ഭരണഘടനയെ തൊടാനാവില്ലെന്നും RSS ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുക്കുമെന്നും KC വേണുഗോപാൽ. ആ പൂതി നടക്കാൻ പോകുന്നില്ല. അത്തരം ഒരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല. ശിവരാജ് ചൗഹാൻ അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതേസമയം ഭരണഘടന ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധി പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസിൽ പാർട്ടി നടത്തിയ 4 ജീവനക്കാരെ പുറത്താക്കി എയർ ഇന്ത്യ. എയർ ഇന്ത്യ സാറ്റ്സിന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് ദുഃഖാചരണം നിലനിൽക്കെ പാർട്ടി സംഘടിപ്പിച്ചത്. വ്യോമയാന മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അടുത്തയാഴ്ച യോഗം ചേരുന്നുണ്ട്. അഹമ്മദാബാദിൽ 274 പേരുടെ ജീവനെടുത്ത അപകടം നടന്ന് ദിവസങ്ങൾക്കകം ഓഫീസിൽ ആഘോഷം സംഘടിപ്പിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യ സാറ്റ്സിലെയും എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിലെയും 4 ജീവനക്കാരോടും കമ്പനി രാജി എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കമ്പനി CFO ഉൾപ്പെടെ മുതിർന്ന ജീവനക്കാർ പങ്കെടുത്ത പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് എയർ ഇന്ത്യ സാറ്റ്സ് പ്രതികരിച്ചു. അതിനിടെ അഹമ്മദാബാദ് ഉൾപ്പെടെ അടുത്തിടെ രാജ്യത്തുണ്ടായ വ്യോമയാന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി യോഗം ചേരുന്നത്. ജൂലൈ 8 നടക്കുന്ന യോഗത്തിലേക്ക് ബോയിങ് കമ്പനി പ്രതിനിധി, വ്യോമയാന സെക്രട്ടറി, DGCA, DG ഉൾപ്പെടെയുള്ളവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ വിദഗ്ധനെ നിരീക്ഷകനാക്കാനും ഇന്ത്യ അനുവദിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം. ഡൽഹിയിലെ AAIB ലാബിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശി ഹേമചന്ദ്രന്റേത് കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു പോലീസ്. ഹേമചന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. DNA നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മിഥില, നേരത്തെ തന്നെ ഇത് ഏറെക്കുറെ പോലീസ് പറഞ്ഞതാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളത്. അതിന് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട് എന്നും പറഞ്ഞത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, അപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ടോ?
പ്രജിൻ അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചത്. ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിലും ഇത് ഹേമചന്ദ്രന്റേത് കൊലപാതകം എന്ന ഒരു സ്ഥിരീകരണം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് രീതിയിലാണ് കൊല നടത്തിയത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. നിലവിൽ സ്ഥിരീകരണം എന്നത് നേരത്തെ പ്രതികൾ സമ്മതിച്ചതുപോലെ തന്നെ കൊലപാതകമാണ് ഹേമചന്ദ്രന്റെ എന്നത് തന്നെയാണ്. ഇനി അടുത്ത നടപടി എന്നത് DNA പരിശോധനയാണ്. DNA പരിശോധനയുടെ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. കാരണം ഇത്ര സമയത്ത് ഒരു മൃതദേഹത്തിന് പഴക്കമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും DNA ഒരു പരിശോധനാ ഫലം കൂടി ഈ ഒരു ഘട്ടത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. അതുവരെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം ഈ മൃതദേഹവുമായി കോഴിക്കോട്ടേക്ക് തിരിക്കും എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ശരി മിഥില, എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഒപ്പം തന്നെ എന്താണ് മരണകാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും ഉണ്ടാവുക. അത് കിട്ടുന്ന മുറയ്ക്ക് പോലീസ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും എന്നുകൂടി മനസ്സിലാക്കുന്നു. മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസണിന്റെ ഓഡിഷൻ കോഴിക്കോട് പുരോഗമിക്കുന്നു. 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. നാളെ വൈകിട്ട് 5 മണിവരെയാണ് കോഴിക്കോട് ജില്ലയിലെ ഓഡിഷൻ ഹോട്ടൽ മഹാറാണിയിൽ നടക്കുക. മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്ന് അവതാരക മീനാക്ഷിയും ഓഡിഷനിലെത്തി. കുട്ടിപ്പാട്ടുകാർക്ക് അവസരം നൽകുന്ന ജനപ്രിയ റിയാലിറ്റി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 6ാം സീസൺ ഓഡീഷനാണ് കോഴിക്കോട് പുതിയറയിലെ ഹോട്ടൽ മഹാറാണിയിൽ പുരോഗമിക്കുന്നത്. 100 കണക്കിന് കുട്ടികളാണ് ഓഡീഷനായി എത്തുന്നത്. ഗായകർക്ക് ആവേശം പകർന്ന അവതാരക മീനാക്ഷിയും എത്തി. അപ്രതീക്ഷിതമായി മീനാക്ഷിയെ കണ്ട കുരുന്നുകൾ ചുറ്റും കൂടി. പിന്നെ സെൽഫി എടുക്കേണ്ട തിരക്ക്. ടോപ്പ് സിംഗറിന്റെ അവതാരകയാണെങ്കിലും ആദ്യമായാണ് ഒരു ഓഡിഷൻ വേദിയിലെത്തുന്നതെന്ന് മീനാക്ഷി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഡിഷന് പോകുന്നത്. അതും അവതാരക എന്ന് പറഞ്ഞാലും എനിക്ക് ആകെ ടോപ്പ് സിംഗറിൽ നിന്ന് മാത്രം. അത് എൻ്റെ വീട് പോലെ ആയതുകൊണ്ട് ഇവിടെ മാത്രം നിന്നുള്ള പരിചയമേ എനിക്കുള്ളൂ. എന്നാലും ഇത്രയും പേര് ഇത്ര സന്തോഷമായിട്ട് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളുമായി കൂട്ടുകൂടിയും വർത്തമാനം പറഞ്ഞും അവരുടെ ടെൻഷൻ അകറ്റി. എല്ലാവരും നന്നായിട്ട് പാട്ട് പാടുക. ടോപ്പ് സിംഗർ ഇഷ്ടമാണോ? ടോപ്പ് സിംഗറിൽ വരാൻ വേണ്ടി മാത്രം 4 വയസ്സായി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. എനിക്ക് തോന്നില്ല ടോസിംഗ് ഗർദ് വരുന്നില്ല. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഓഡിഷനിൽ പങ്കെടുക്കുന്നത്. അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓടി വന്നുവോ. അടുത്ത മാസം 5-ന് തൃശൂരും 6-ന് തിരൂരും 13-ന് പാലക്കാടും 19, 20 തീയതികളിൽ തിരുവനന്തപുരത്തും 26, 27 തീയതികളിൽ എറണാകുളത്തും ഓഡിഷൻ നടക്കും. 24 കോഴിക്കോട്. മലപ്പുറം പാങ്ങിൽ 1 വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതിയിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. നാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടക്കൽ സ്വദേശി ഹിറ നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ മരിച്ച കുഞ്ഞിന്റെ കബറടക്കം ഇന്ന് രാവിലെയാണ് നടന്നത്. പരാതി ഉയർന്നതോടെ ഇന്ന് രാത്രിയോടെ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കബറടക്കിയത്. ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു കുഞ്ഞ് മരിച്ചത്. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹതാരോപിച്ച് കോട്ടക്കൽ സ്വദേശി ഹംസത്ത് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആ കുട്ടി 1 മാസത്തോളമായി മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണൽ ആ കുട്ടിയെ യാദൃച്ഛികമായി കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല മുഖത്തൊക്കെ ഭയങ്കരമായ മഞ്ഞൊക്കെ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. അവര് പോലീസിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നും ആരോപണമുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മരിച്ചിട്ടാണ് അവരറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോലെ വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ. അങ്ങനെ ഇങ്ങോട്ട് വന്നെന്നാണ് പറഞ്ഞത്. പാല് കൊടുത്തതിന് ശേഷമാണ് അസുഖമൊന്നും ഇല്ലായിരുന്നാണ് പറഞ്ഞത്. പെട്ടെന്നാന്നല്ലേ പറയണത്. അൽമാസിലെ ഡോക്ടറാന്നാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പിന്റെ ഞങ്ങൾ
പിന്നെ ജില്ലയിലേക്ക് അറിയിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം വ്യക്തമാവൂ. വീട്ടിലെ പ്രസവത്തിന് ശേഷം പ്രതിരോധ കുത്തിവെപ്പുകൾ കുട്ടിക്ക് നൽകിയില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. അക്യുപഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ ഹരിറ അശാസ്ത്രീയ ചികിത്സാ രീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. 24 മലപ്പുറം. കൊൽക്കത്തയിലെ ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനം. ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളുമുണ്ട്. പ്രതികൾ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചതായും പീഡനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും വിദ്യാർത്ഥിനിയുടെ മൊഴിയുണ്ട്. ബംഗാളിൽ ക്രമസമാധാനം തകർന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആരോപിച്ചു. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കോളേജിലെ ഗാർഡ് റൂമിലെത്തിച്ചാണ് പ്രതികൾ 24-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. മുഖ്യപ്രതി മനോജ് മിശ്ര നടത്തിയ വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കാരണം. വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളുമുണ്ട്. കഴുത്തിൽ ആക്രമണത്തിന്റെ പാടുകൾ. ശ്വാസതടസ്സം നേരിട്ടതോടെ ആശുപത്രിയിലെത്തിക്കാൻ വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതികൾ വീണ്ടും പീഡനം തുടർന്നു. ബംഗാളിൽ ക്രമസമാധാനം തകർന്നുവെന്നും പ്രീണന രാഷ്ട്രീയമാണ് കാരണമെന്നും കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആരോപിച്ചു. മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. वेस्ट बंगाल में पूरी कानून की व्यवस्था बिगड़ी हुई है और जो तुष्टीकरण की राजनीति है उसके कारण और बिगड़ते जा रही है. उसी का ही ये परिणाम आपको देखने को मिला. और आप सवाल मेरे से इसलिए कर रहे हो कि भाई मैं देश का कानून मंत्री हूँ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പെൺകുട്ടിയെയും കുടുംബത്തെയും കാണും. പെൺകുട്ടിക്ക് ആവശ്യമായ സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹിത്കർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. 24 ഡൽഹി. 24 റൗണ്ട് പൂർത്തിയാവുന്നു.